മലയാള സിനിമയ്ക്ക് 2024 നല്ല വർഷമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത്. ആദ്യ 2 മാസത്തിലെ മഞ്ഞുമൽ ബോയ്സ്, ഭ്രമയുഗം, പ്രേമലു എന്നീ സിനിമകൾ വൻ വിജയം നേടിയിരുന്നു. ബോളിവുഡിനെയും അമ്പരപ്പിച്ച കളക്ഷനായിരുന്നു മലയാള സിനിമ 2024 നേടിയത്. എന്നാൽ നിലവിൽ മലയാളത്തിന് 347.99 കോടിയെ ഗ്രോസ് നേടാനായുള്ളൂവെന്നാണ് സ്കാനിൽക്കിൻ്റെ കണക്കുകൾ. മലയാളത്തിൻ്റെ ആകെ നെറ്റ് 106.21 കോടിയാണ്. കേരളത്തിൽ നിന്ന് മാത്രം 107.73 കോടിയാണ് നേടാനായത്. എന്നാൽ വിദേശത്തു നിന്ന് 53.6 കോടിയാണ് മലയാളത്തിന് നേടാനായത്. എന്തായാലും വരും റിലീസുകൾ മലയാളത്തിൻ്റെ കളക്ഷൻ വർദ്ധിപ്പിക്കുമെന്ന് കരുതാം. എത്രയാണ് നഷ്ടമെന്നതിൻ്റെ കണക്കുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 2025 നിലവിൽ മലയാളത്തിൽ നിന്ന് കളക്ഷനിൽ മുന്നിലുള്ളത് രേഖാചിത്രമാണ്. ആസിഫ് അലിയുടെ രേഖാചിത്രം 75 കോടിയാണ് ആകെ നേടിയത്. ജോഫിൻ ടി ചാക്കോയാണ് സംവിധാനം നിർവഹിച്ചത്. അപ്പു പ്രഭാകർ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിൽ ആസിഫ് അലിക്ക് പുറമെ അനശ്വര രാജൻ, മനോജ് കെ ജയൻ, ഉണ്ണിലാലു എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. കുഞ്ചാക്കോ ബോബൻ നായകനായി വന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടി 26.40 കോടിയാണ് ആഗോളതലത്തിൽ നേടിയിരിക്കുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ നായിക കഥാപാത്രമാവുന്നത് പ്രിയാമണിയാണ്. നായാട്ട്, ഇരട്ട എന്നീ ഹിറ്റ് ചിത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച നടനായ ജിത്തു അഷ്റഫാണ് സംവിധാനം നിർവഹിച്ചത്. കുഞ്ചാക്കോ ബോബൻ മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ നടത്തിയിരിക്കുന്നതെന്നാണ് അഭിപ്രായങ്ങൾ വരുന്നത്. നിലവിൽ മമ്മൂട്ടിയാണ് 3ാം സ്ഥാനത്തുള്ളത്. മമ്മൂട്ടി നായകനായ ഡൊമിനിക് ആൻഡ് ദ ലേഡി പേഴ്സ് ആഗോളതലത്തിൽ 20.9 കോടി മാത്രമാണ് നേടിയിരിക്കുന്നത്. എന്നാൽ മലയാളത്തിലെ വമ്പൻ ചിത്രങ്ങൾ റിലീസാവാനിരിക്കുന്നതേ ഉള്ളൂ എന്നതും മറ്റൊരു കാര്യം. എമ്പുരാനടക്കം നിരവധി സിനിമകൾ റിലീസിനായി കാത്തിരിക്കുന്നു. എന്നാൽ ജനുവരിയിൽ തന്നെ ഒത്തിരി മലയാള സിനിമകൾ റിലീസായിരുന്നു. ഐഡന്റിറ്റിയിൽ തുടങ്ങി രേഖാചിത്രം, പ്രാവിൻകൂട് ഷാ, പൊന്മാൻ തുടങ്ങിയ സിനിമകൾ. എന്നാൽ ഇവയിൽ പലതിനും മികച്ച അഭിപ്രായവും ലഭിക്കുകയുണ്ടായി. എന്നാൽ പല സിനിമകൾക്കും തിയേറ്ററിലേക്ക് ആളെ എത്തിക്കാൻ സാധിച്ചില്ല എന്നത് മറ്റൊരു കാര്യം. എന്തുതന്നെയാണെങ്കിലും വരും മാസങ്ങളിൽ മലയാളത്തിൽ നിന്ന് നല്ല സിനിമകൾ പ്രതീക്ഷിക്കാം. എന്നാൽ അതേസമയം 2024 കാര്യം എടുക്കുമ്പോൾ ആദ്യ 2 മാസത്തിൽ തന്നെ നല്ല കളക്ഷൻ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് നേടാനായി. മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും പ്രേമലു ആണെങ്കിലും ഭ്രമയുഗമാണെങ്കിൽ കൂടിയും നല്ല രീതിക്കുള്ള നേട്ടം 2024 തുടക്കത്തിൽ മലയാള സിനിമയ്ക്ക് നേടാനായിരുന്നു. ആ ഒരു ഓപ്പണിംഗ് ആണ് 2025 മലയാള സിനിമ മിസ് ചെയ്യുന്നത്. എന്നാൽ രേഖാചിത്രം തലയെടുപ്പോടെ മുന്നിൽ തന്നെയുണ്ട് എന്നതും ആശ്വാസകരം. എന്നാൽ ഇനി മാർച്ച് 27 എമ്പുരാൻ ഇറങ്ങുന്നതോടുകൂടി ഇതിനെല്ലാം ഒരു പരിഹാരം ആവുമെന്നും കരുതാം. ഫസ്റ്റ് ഡേ കളക്ഷനിൽ മുന്നിൽ നിൽക്കുന്ന വിജയിന്റെ ലിയോയെ വരെ മറികടക്കും എന്ന ആവേശത്തിൽ തന്നെയാണ് ഓരോ മലയാളികളും. കാത്തിരിക്കാം മാർച്ച് 27 മലയാള സിനിമയുടെയും മോഹൻലാലിൻ്റെയും കംബാക്കിനായിട്ട് മാർച്ച് 27 വരെ കാത്തിരിക്കാം. ഇനി അധികം നാളുകളില്ലല്ലോ.